ഞാൻ ജിൻസി റേച്ചൽ ജേക്കബ്. ഞാനിപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ 2017 എൻ്റോടുകൂടിയാണ് IBS കാൻകൊളത്ത് ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്ത സമയത്ത് ഞങ്ങളുടെ ബാച്ചിന് ഒരു എൻട്രി ടെസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ലെവൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 1 hour പ്രിലിം എക്സാം. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ മനസ്സിലായി. ഞങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് എക്സാംസ്, എന്തൊക്കെ ലെവൽസാണ് ഉള്ളതെന്നൊക്കെ മനസ്സിലായത്. പ്രിലിം, മെയിൻ, ഇൻ്റർവ്യൂ, പ്രിലിംസിലുള്ള പോർഷൻസ്, അതായത് റീസണിങ്, QA, ഇംഗ്ലീഷ്, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ആദ്യത്തെ ഒരു 6 months IBS ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ദ പോർഷൻസ് ആണ്. ഞങ്ങൾക്ക് എല്ലാ പോർഷൻസും ക്ലിയർ ചെയ്ത് തരികയായിരുന്നു അവർ. അതായത് എല്ലാ പോർഷൻസും കവർ ചെയ്ത് ഞങ്ങൾക്ക്. ആദ്യത്തെ 6 months ഇടയ്ക്ക് ഞാൻ കുറേ എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം മനസ്സിലായി ടൈം മാനേജ്മെൻറ്റ്, പിന്നെ സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ 6 months ഒട്ടുമിക്ക പോർഷൻസും കവർ ചെയ്ത ശേഷം ഞങ്ങൾക്ക് പിന്നെ ഒരു എക്സാം സെക്ഷൻസ് ആണുള്ളത്. ഈ പോർഷൻസൊക്കെ ഞങ്ങൾക്ക് എടുത്തുതരാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ടീം ഓഫ് ഫാക്കൽറ്റി മെമ്പേഴ്സ് തന്നെ IBSനുണ്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ഓൺ എക്സാംസ് ആയിരുന്നു. അതായത് വരുമ്പോൾ തന്നെ ഒരു 1 hour എക്സാം, പിന്നെ അത് വർക്കൗട്ട് ചെയ്യാനൊരു ടൈം, പിന്നെ വീണ്ടും ഒരു എക്സാം, അത് വർക്കൗട്ട് ചെയ്യാൻ ടൈം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു നല്ലൊരു ലൈബ്രറി തന്നെ ഉണ്ട് IBSൽ. നമുക്ക് അവിടുന്ന് മെറ്റീരിയൽസൊക്കെ എടുത്ത് നമുക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാനുള്ള ടൈമിംഗ് ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം. പിന്നെ ഞാനൊരു 2018 ഒരു മിഡിലൊക്കെ ആയപ്പോഴത്തേക്ക് കുറേ പ്രിലിംസൊക്കെ ക്രാക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ പിന്നെ അടുത്ത നെക്സ്റ്റ് ലെവലായിട്ടുള്ള മെയിൻ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അതായത് നമുക്ക് കുറച്ചുകൂടി ലെവല് കൂട്ടിയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് തന്നു തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതോടുകൂടെ തന്നെ ഇംഗ്ലീഷ് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ന്യൂസ് പേപ്പർ റീഡിങ്, പിന്നെ അതോടുകൂടെ തന്നെ ഞങ്ങൾക്ക് എഡിറ്റോറിയൽ ക്ലാരിഫിക്കേഷൻസ്, അങ്ങനെ തന്നെ കുറേ അതിന് വേണ്ടിയിട്ട് കുറേ ഫാക്കൽറ്റീസ് ഞങ്ങൾക്ക് സ്പെഷ്യലി അതിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് കറണ്ട് അഫെയർസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വീക്ക്ലി വൺസ് ഒരു ക്വിസ് കോമ്പറ്റീഷൻ പോലെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് മന്ത്ലി പിന്നെ എല്ലാം ആ മന്തിലെ ഫുള്ള് ക്വസ്റ്റ്യൻസ് എക്സാംസ് ആയിട്ട് നടത്തി. പിന്നെ അതിന് ശേഷം ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ എക്സാമിന് വേണ്ടി ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ. അപ്പം ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് റിട്ടയർഡ് ബാങ്ക് എംപ്ലോയീസിൻ്റെ ബാങ്കിങ് സ്റ്റാഫ്സിൻ്റെ തന്നെയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ടായിരുന്നു 3 days. അതിൽ ഞങ്ങൾക്ക് ഒരു മോക്ക് ഇൻ്റർവ്യൂ, കറക്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ എൻവയോൺമെൻറ്റ് അതുപോലെ സൃഷ്ടിച്ചിട്ട് ഞങ്ങൾക്കൊരു നല്ല രീതിയിലുള്ളൊരു വാക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കൊക്കെ ഇൻ്റർവ്യൂ സെക്ഷന് വളരെ ഞങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനും അതിന് നല്ല രീതിയിൽ അത് അപ്രോച്ച് ചെയ്യാനുള്ളൊരു ഇതായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂസ് ക്ലാസ്സൊക്കെ. പിന്നെ GD സെക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതൊന്നും പോരാന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് കമ്പ്യൂട്ടർ ലാബ്സ് പ്രൊവൈഡ് ചെയ്തു. അതൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് ഒരു എക്സാംസിൻ്റെ എൻവയോൺമെൻറ്റ് തന്നെ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു തന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ടെലഗ്രാമിലെ ഗ്രൂപ്പ്സിൽ സ്റ്റഡി മെറ്റീരിയൽസ് തരാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ആപ്സ്, ഒരു IBSൻ്റെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ രീതികളിൽ എന്നെപ്പോലുള്ള കുട്ടികളെ IBS ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഡ്രീം ജോബായിട്ടുള്ളൊരു ആ ഒരു ബാങ്കിങ് ജോബ് അച്ചീവ് ചെയ്യാൻ IBS വളരെ ഹെൽപ്പ് ചെയ്തു. അപ്പം എൻ്റെ ലൈഫിൽ ഐ എം always thankful to all the faculty members and management of IBS to achieve this job. Thank you so much, IBS. Thank you. Please subscribe, like, amp, share.